രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. SC/ST പിന്നോക്കക്ഷേമ വകുപ്പാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ച് പറയുകയാണ്. ഈ വിദേശത്തൊക്കെ പഠനത്തിന് പോകുന്ന കുട്ടികൾക്ക് അത് എത്ര വലിയ തുകയായാലും ആ തുക ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ നേരിട്ട് ആ കുട്ടികളെ വിദേശ രാജ്യങ്ങളിൽ അയച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചെലവ് നമ്മുടെ വകുപ്പാണ് അത് വഹിക്കുന്നത്. SC/ST വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ IAS കോച്ചിങ് ഉൾപ്പെടെയുള്ള ഉന്നത പരീക്ഷകൾ പങ്കെടുക്കുന്ന കുട്ടികൾ സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് അവർ പഠനം നടത്തുന്നതെങ്കിലും അവർക്കുള്ള സാമ്പത്തിക സഹായം വകുപ്പിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഒരാൾ രോഗം കൊണ്ട് അവശത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അടക്കം ഒരു അപേക്ഷ തന്നാൽ മതി. അത് വലിയ രോഗമാണെങ്കിൽ വലിയ തുക, ചെറിയ രോഗമാണെങ്കിൽ ഡോക്ടർ പറയുന്നതിനനുസരിച്ചിട്ടുള്ള തുക പാസ്സാക്കാൻ നമ്മുടെ വകുപ്പിന് കഴിയും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിൽ 10 ലക്ഷം രൂപ വരെ വരുന്ന സബ്സിഡി 10 ലക്ഷത്തിൽ 7.5 ലക്ഷവും സബ്സിഡി കൊടുത്തുകൊണ്ട് അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SC/ST വിഭാഗങ്ങളുടെ വീട് ഭവന നിർമ്മാണം നമ്മുടെ വകുപ്പ് നേരിട്ടാണ് ഇനി നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ പട്ടികജാതി വികസന കോർപ്പറേഷൻ, അതുപോലെ തന്നെ ബാക്ക്വേർഡ് കോർപ്പറേഷൻ ഉൾപ്പെടെ കുട്ടികൾക്കും അതുപോലെ മുതിർന്ന വ്യക്തികൾക്കുമൊക്കെ വളരെ വിപുലമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ വരുന്ന 23-ാം തീയതി എറണാകുളത്ത് വെച്ച് നടക്കുന്ന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ്റെ സമഗ്ര 2026 പരിപാടിയുടെ ഭാഗമായി 100 കോടി രൂപ നമ്മൾ 100 ദിവസത്തിനുള്ളിൽ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കൈമാറാൻ പോവുകയാണ്. അതിൽ 50 കോടി ഈ 23-ാം തീയതി തന്നെ സ്റ്റേജിൽ വെച്ച് തന്നെ നമ്മൾ നേരിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ലൈഫ് നയിക്കുന്ന ആളുകൾക്ക് വേണ്ടി ജീവൻ ധാര എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അവർക്കും തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു, റെസ്റ്റിലാണ് എന്നുള്ള ആവശ്യതയൊന്നും വരാതെ അവർക്ക് എന്തെങ്കിലും സ്വയം സംരംഭകത്വം തുടങ്ങണമെങ്കിൽ അവർക്കും ഈ ജീവൻ ധാര എന്നുള്ള പേരിൽ നമ്മൾ വായ്പ കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് പ്രിയദർശിനി, ഇന്ത്യ കണ്ട എക്കാലത്തെയും കരുത്തുറ്റ പ്രധാനമന്ത്രിയും നേതാവുമായിട്ടുള്ള ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ പ്രിയദർശിനി പലിശരഹിത വായ്പ, 1 രൂപ പോലും പലിശയില്ലാതെ നമ്മൾ അവർക്ക് പലിശരഹിത വായ്പ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഈ പദ്ധതികളൊക്കെ നമ്മുടെ വകുപ്പിൽ നിന്ന് പോകുന്നുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. സർക്കാർ അധികാരത്തിലേറ്റ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സൗജന്യമായി KSRTC ഓർഡിനറി ബസ്സുകളിൽ യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ പരമാവധി ആളുകൾ പ്രയോജനപ്പെടട്ടെ. നമുക്കതൊക്കെ കാണുമ്പോൾ, സർക്കാരിനത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്, അഭിമാനമാണ്. ഇനിയും കൂടുതൽ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള, എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകണം എന്നുള്ളതാണ് UDF സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം. അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിപുലമായിട്ടുള്ള പരിപാടികൾ ഇനി വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് അനൗൺസ്മെൻ്റ് ഉണ്ടാവും, അത് നടപ്പിലാക്കും.